ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രി എലിവേറ്റ് മോണ്ടിസോറി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ 5 ഏരിയാസ് ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളില്ലാതെ, ഹോം വർക്കുകളില്ലാതെയാണ് പഠിച്ചു പോകുന്നത്. അത് ഏറ്റവും വലിയൊരു ഡിഫറൻസാണ് നമ്മുടെ ട്രഡീഷണൽ സ്കൂളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ മോണ്ടിസോറി സ്കൂളുകളിൽ നമ്മൾ യാതൊരുവിധ ടെക്സ്റ്റ് ബുക്കുകളും ഉപയോഗിക്കുന്നതില്ല. അതിന് പകരം നമ്മൾ 5 ഏരിയാസ് ആയിട്ടാണ് ആ ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ EPL ആണ്. EPL മീൻസ് എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. ഇവിടെ ഡോക്ടർ മരിയ മോണ്ടിസോറിക്ക് വളരെയധികം നിർബന്ധമുണ്ട് കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണമെന്ന്. നമ്മൾ അമ്മമാരാകുമ്പോൾ നമുക്കൊരു സ്വാർത്ഥതയുണ്ടല്ലേ, ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, എൻ്റെ കെയറിങ് ഇങ്ങനെ എപ്പോഴും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊക്കെ ഉണ്ടാകുന്ന കുട്ടിയാണ് നമ്മൾ ഒരു പടി കൂടുതൽ സ്നേഹവും ലാളനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ യാതൊരുവിധ കാര്യങ്ങളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ സമ്മതിക്കുകയില്ല. ഇനി അതേപോലെ കുട്ടികൾ ചെയ്യാന്ന് വെച്ചാലും നമ്മൾ അതിന് പ്രൊമോട്ട് ചെയ്യുകയില്ല. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുക, കുട്ടികൾ എപ്പോഴും അമ്മമാരിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 7 ഇയേഴ്സ് 8 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾക്കൊരു പരിധി കഴിയുമ്പോൾ നമ്മൾക്ക് കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് പറഞ്ഞൊരു പരാതികൾ വരും അല്ലേ. അപ്പോൾ നമ്മൾ പറയൂ അല്ലേ, എൻ്റെ പൊന്നു മിസ്സേ ഒന്നും പറയണ്ട, എൻ്റെ കുട്ടി ഒന്നും ചെയ്യുന്നില്ല, അവനവൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല, സ്വന്തമായിട്ട് ഭക്ഷണം പോലും കഴിക്കില്ല, ഇങ്ങനെ കുറേ പരാതികൾ പറയും. അപ്പം നമ്മൾക്ക് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, ചുട്ടയിലെ ശീലം ചുടല വരെയെന്ന്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്. നമ്മൾ വളരെ യങ് ഏജ് ഗ്രൂപ്പിൽ എങ്ങനെ നമ്മൾ ആ കുട്ടീനെ മോൾഡ് ചെയ്യുന്നു, അതേപോലെ അവരുടെ ലൈഫ് ലോങ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് അതിനർത്ഥമായി പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോക്ടർ മരിയ മോണ്ടിസോറി ആദ്യമായിട്ട് പല സ്കൂളുകൾ ഒബ്സർവ് ചെയ്യുകയും പല ഫാമിലീസിൽ കുട്ടികൾ വളർന്നു വരുന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒബ്സർവ് ചെയ്തപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കാനും നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ദിനചര്യത്തിൽ ആ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതൊരു ആക്ടിവിറ്റി രൂപേണ കൊടുക്കുകയാണ് ഈ EPL എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം അല്ലേ, ഒരു കുട്ടികളുള്ള ഒരു വീട്ടിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും, പല ടോയ്സും ഫ്ലോറിലുണ്ടാവും, ഡിസ്മാൻറ്റിൽ ചെയ്ത് പല സാധനങ്ങളായിരിക്കും, ഫുൾ ഡിസ്ട്രാക്ഷൻ ആയിരിക്കും അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. എന്ത് പഠിപ്പിക്കുന്നില്ല? ഏതൊരു കാര്യം എടുത്താലും അത് അതിൻ്റെ സ്ഥാനത്ത് പുട്ട് ബാക്ക് ചെയ്യണം എന്നോ അല്ലെങ്കിൽ അത് എവിടെ നിന്ന് എടുത്തോ അവിടെ തന്നെ എടുത്തു വെക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ മോണ്ടിസോറി സ്കൂളിലേക്ക് ഒരു കുട്ടി വന്നാൽ ആദ്യം നമ്മൾ ആ കുട്ടീനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഏതൊരു വസ്തു എവിടെ നിന്ന് എടുക്കുന്നോ അവിടെ തന്നെ അത് തിരിച്ചു വെക്കണം, നമ്മളെ പോലെ നമ്മളുടെ ഫ്രണ്ട്സിനും അത് കളിക്കാൻ ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇത് തന്നെ ആ കുട്ടിയുടെ ലൈഫിൽ അവർ യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഡ്രസ്സ് എടുത്താലും, ഇനി ടവൽ എടുത്താലും, ഇനി പ്ലേറ്റ് എടുത്താലും, എന്തൊരു കാര്യം എടുത്താലും അത് എവിടെ നിന്നാണോ എടുത്ത് അവിടെ തന്നെ വെക്കാൻ കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പരിധി വരെ കുട്ടികളുടെ പേഴ്സണാലിറ്റിയിലും അവരുടെ അച്ചടക്കത്തിലൊക്കെ ഇത് വളർത്തിയെടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. വൈകിട്ടില്ല, നിങ്ങൾക്ക് ഇനിയാണെങ്കിലും നിങ്ങളുടെ കുട്ടിയിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സെൻസോറിയൽ ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, സെൻസസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ്. എന്താണ്? നമുക്ക് എത്ര സെൻസസ് ഉണ്ട്? 5 സെൻസസ് ഉണ്ട് അല്ലേ. നമ്മൾ പണ്ട് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാകും. അപ്പം നമ്മൾക്കതെന്താ, ജസ്റ്റ് ചിലപ്പോൾ ഒരു പിക്ചർ വരച്ച് തന്നിട്ടോ, ബോർഡിലൊക്കെ ഒരു പിക്ചർ വരച്ച് തന്നിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഇമേജ് കണ്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാകും. അവിടെ ബൈ ഹാർട്ടിംഗ് ആണ്. നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാനോ അതിനെ പിടിക്കാനോ തൊടാനോ അതിൻ്റെ സർഫസ് എന്താണെന്നോ ഇതൊന്നും നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ മോണ്ടിസോറിയിലെ മെറ്റീരിയൽസ് എല്ലാം വുഡനാണ്, നാച്ചുറൽ റിയൽ ലൈഫ് മെറ്റീരിയൽസ് ആണ്. സോ കുട്ടികൾ എന്താണ്, മെറ്റീരിയൽസ് തൊടുകയും ടച്ച് ചെയ്ത് അതിൻ്റെ സർഫസ് എന്താണ്
എന്താണെന്ന് തിരിച്ചറിയുകയും അത് വിഷ്വലൈസ് ചെയ്യുകയും നമ്മളത് പറയുമ്പോൾ അത് കേൾക്കുകയും ഇങ്ങനെ ഓരോ രീതിയിലൂടെയാണ് നമ്മുടെ കുട്ടികൾ ഈ ഒരു ആക്ടിവിറ്റീസ് പഠിച്ചു പോകുന്നത്. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ സ്കൂളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് ഒരു കുട്ടി ആദ്യമായി വരുമ്പോൾ നമ്മൾ അവർക്ക് ആദ്യം തന്നെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പോകും ഇല്ല. നമ്മൾ ചെറിയ ചെറിയ എന്തൊക്കെ ടോയ്സുകൾ അല്ലെങ്കിൽ പസിൽസ് ഒക്കെ കൊടുക്കും. അപ്പോൾ പസിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും നോബ് പസിലുകളൊക്കെ ഉപയോഗിക്കും. നമ്മൾ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഇങ്ങനെ പറക്കി പറക്കി എടുക്കുന്ന രീതിയിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ബീഡിങ് ചെയ്യിക്കും. ബീഡിങ് കോർക്കാൻ വേണ്ടിയിട്ട് സൂചിയിൽ അല്ലെങ്കിൽ ഒരു ത്രെഡിൽ നമ്മൾ വലിയ വലിയ ബീഡ്സുകൾ കോർക്കാൻ കൊടുക്കും. ക്ലേ മെറ്റീരിയൽസ് കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇത് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റിയാണ്. ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മോൾ മസിൽസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ്. നമ്മുടെ ശരീരത്തെ സ്മോൾ മസിൽസിന് അല്ലെങ്കിൽ സ്മോൾ മസിൽസിന് ഏതൊക്കെയായിരിക്കും? നമ്മുടെ ഈ കുഞ്ഞു ഫിംഗേഴ്സുകളൊക്കെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതേപോലെ ഈ നോബ് പസിലുകളൊക്കെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ 3 ഫിംഗേഴ്സിൻ്റെ കോർഡിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെയാണ് നമ്മൾ പെന്ന് ഹോൾഡ് ചെയ്യുന്നത്, പെൻസിൽ ഹോൾഡ് ചെയ്യുന്നത്, നമ്മൾ റൈറ്റിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു 3 ഫിംഗേഴ്സിലൂടെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടെ ചോദിക്കാം. നമ്മുടെ പണ്ട് കാലത്ത് നമ്മളെപ്പോഴാണ് സ്വന്തമായി ആരുടെയും ഹെൽപ്പില്ലാതെ എഴുതി തുടങ്ങിയത്? നമ്മുടെ അമ്മമാർ നമ്മുടെ കൂടെ ഇരുന്ന് ഒരു കൈൻ്റെ മുകളിൽ ഒരു കൈ വെച്ച് എഴുതിപ്പിക്കും അല്ലേ? പിന്നെ നമുക്ക് അമ്മമാർക്ക് പ്രത്യേക ഒരു കഴിവുണ്ടല്ലേ? നമ്മുടെ മക്കളൊക്കെ ഇനി കുറച്ച് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ള ഹോംവർക്ക് ആരാ ചെയ്യുക? അമ്മമാരായിരിക്കും. ഒരു കുട്ടി എങ്ങനെ എഴുതിയിരിക്കുന്നോ അതേപോലെ കോപ്പി ചെയ്ത് അതിലൊരു പോയിൻ്റ് പോലും വ്യത്യാസം വരാതെ അവരുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാനുള്ള ഒരു മൾട്ടി ടാലൻറ്റഡ് ആണ് നമ്മളമ്മമാർ. ഞാനിപ്പോൾ ഓർത്തപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ സെൻസോറിയൽ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അവരെ സെൻസസ് ഇമ്പ്രൂവ് ചെയ്യാൻ, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇതേപോലെ റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസോറിയൽ ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക് ഇതൊക്കെ ലാംഗ്വേജിൽ വരുന്നതാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടും ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ആൽഫബറ്റ്സുകളാണല്ലേ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആൽഫബറ്റ്സുകളെല്ലാം പഠിപ്പിക്കുന്നത് ഫോണിക് സൗണ്ട് ത്രൂ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, എ എന്ന ലെറ്ററിനെ നമ്മൾ അ എന്നാണ് പറയുന്നത്. ബി എന്ന ലെറ്ററിനെ നമ്മൾ എങ്ങനെയാണ് പറയുക? ബ്. സി എന്ന ലെറ്ററിനെ ഖ്, ഡി എന്ന ലെറ്ററിനെ ഡ്. ഇങ്ങനെ ഓരോ സൗണ്ട് ത്രൂ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കണക്റ്റ് ചെയ്ത് വായിക്കാൻ അവർക്ക് അങ്ങനെ ഒരു എബിലിറ്റി അവരിലേക്ക് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഡോഗ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കുട്ടി തന്നെ അതിൻ്റെ ഫസ്റ്റ് സൗണ്ട് ഏതാണ്? ഡ്. സെക്കൻഡ് സൗണ്ട് ഏതാണ്? ഓ. ദെൻ തേർഡ് സൗണ്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ. ഇങ്ങനെ അവർ കണക്റ്റ് ചെയ്ത് വായിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊക്കെ പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? DOG ഡോഗ്, DOG ഡോഗ്. ഇങ്ങനെ എംബോസിഷൻ പോലെ അല്ലെങ്കിൽ ഒരു കോപ്പി റൈറ്റിംഗ് പോലെ എഴുതിയാണ് നമ്മൾ പഠിച്ചത്. നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു അല്ലേ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെയും നമുക്ക് കണക്റ്റ് ചെയ്ത് പഠിക്കാമായിരുന്നു. ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. നമ്മൾ അന്ന് തൊട്ടും ബൈ ഹാർട്ടിങ് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് നമ്മളെങ്ങനെയാണ് പഠിച്ചത്? റിപ്പീറ്റഡായിട്ട് ഈസ്, വാസ്, ദാറ്റ്, ദിസ് ഒക്കെ നമ്മൾ റിപ്പീറ്റഡായിട്ട് കണ്ട് ഇത് ദിസ്സാണ്, ഇത് ദാറ്റാണ്, ഇത് ഈസാണ് എന്ന് നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് കണ്ടാണ് പഠിച്ചത്. അപ്പോഴും നമുക്കിതിൻ്റെ കറക്റ്റ് വേ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ആക്ടിവിറ്റീസിൽ ആദ്യം കുട്ടികളെ ഫോണിക് സൗണ്ട് ത്രൂ ആണ് പഠിപ്പിക്കുന്നത്. ദെൻ അതിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസാണ് പഠിപ്പിച്ചു പോകുന്നത്. ഇനി ഈ ഒരു ലെറ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, എല്ലാ കുട്ടികളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ലെറ്റേഴ്സ് പ്രോപ്പറായിട്ട് എഴുതാൻ അറിയില്ല. ഇപ്പോൾ കേഴ്സീവ് എഴുതിപ്പിക്കുകയാണ്, കേഴ്സീവ് പ്രോപ്പറായിട്ട് എഴുതാൻ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്കൊരു കേഴ്സീവ് പ്രോപ്പറായിട്ട് എഴുതിപ്പിക്കാം എന്നുള്ളതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മോണ്ടിസോറി മെറ്റീരിയലിൽ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിൽ നമ്മൾ സൗണ്ട് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ കൊണ്ട് ട്രേസ് ചെയ്യിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നില്ല എന്താണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എന്ന്? അപ്പോൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് പറയാം. നമ്മുടെ ഈ ജനലൊക്കെ ഉരുതാൻ ഉപയോഗിക്കുന്ന ഒരു ഷീറ്റില്ലേ, ഒരു തുരുമ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട്, അതാണ് സാൻഡ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ സാൻഡ് പേപ്പറിനെ നമ്മൾ ലെറ്റേഴ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു ബോർഡിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് സാൻഡ് പേപ്പറായി. എല്ലാ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിൻ്റെ അടിയിലൊരു യെല്ലോ ലൈൻ ഉണ്ടാകും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ ലൈനാണ്. അതായത് അതിൻ്റെ താഴേക്ക് പോകാൻ പാടുള്ള
ഇതല്ല എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കൂടിയാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ലാംഗ്വേജ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് എല്ലാ ലാംഗ്വേജിലും ഇതേപോലെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉണ്ടാകും. ഇതേപോലെ കണക്ട് ചെയ്ത് ഓരോരോ ആക്ടിവിറ്റീസ് അവരൊരു ഗെയിം ത്രൂ ആണ് ഇതൊക്കെ പഠിച്ചു പോകുന്നത്. അവർക്കൊന്നും ഒരു ബേർഡൻ അല്ല. നമ്മൾ പണ്ട് പഠിച്ച സമയത്ത് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫസ്റ്റ് സബ്ജക്റ്റ് ആണ് അല്ലേ. നമുക്ക് വായിക്കാൻ അറിയില്ല, പിന്നെ കുറേ എംബോസിഷൻ എഴുതണം ഇല്ലേ, പിന്നെ കുറേ കോപ്പി റൈറ്റിംഗ് ആണ് അല്ലേ. ഇവിടെ അങ്ങനെയല്ല, കുട്ടികൾ മനസ്സിലാക്കിയാണ് പഠിച്ചു പോകുന്നത്. ഇനി ഫോർത്ത് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് ആക്ടിവിറ്റീസ് ആണ്. അരിത്തമെറ്റിക് ഞാനൊരു കാര്യം കൂടെ ചോദിക്കാം, നിങ്ങൾക്ക് എത്ര പേർക്ക് മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇഷ്ടമായിരുന്നു അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഫുള്ളായിരിക്കും, സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയിരിക്കും, തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ടഫാണ് അല്ലേ. നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല, അവിടെ നമ്മൾക്ക് എവിടെയോ ഒരു ബ്രേക്കേജ് വന്നതുകൊണ്ടാണ് ഈ ഒരു സബ്ജക്റ്റ് നമുക്ക് ടഫായിട്ട് വരുന്നത്. സോ അരിത്തമെറ്റിക് ആക്ടിവിറ്റീസിലും ഇതേപോലെ നമ്മൾ ആദ്യം തന്നെ കുട്ടികളെ എന്താ പഠിപ്പിക്കുക? നമ്പേഴ്സാണ് പഠിപ്പിക്കുക. സോ നമ്പേഴ്സ് എന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് നമ്പേഴ്സ് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടി നമ്മൾ പഠിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ 1 എന്ന് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ 1 വെച്ച് എത്ര ക്വാണ്ടിറ്റിയാണ് 1 എന്ന് പറയുന്നത് ഉണ്ടാവുക. ഇനി 10 ആണെങ്കിൽ 10 എത്ര ക്വാണ്ടിറ്റി ആണ് ഉണ്ടാകുക. ഇനി 100 ആണെങ്കിൽ 100 ബീഡ്സ് നമ്മൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റി വരുമ്പോഴാണ് 100 എന്ന് പറഞ്ഞ നമ്പർ അതിൻ്റെ ക്വാളിറ്റിയും കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്പേഴ്സ് പഠിപ്പിക്കുമ്പോഴും ഇതേപോലെ നമ്മൾ ട്രേസിങ് ചെയ്യിപ്പിക്കും. നമ്പേഴ്സ് ട്രേസ് ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് അത് ട്രേസ് ചെയ്യിപ്പിക്കും. അതിൻ്റെ കറക്റ്റ് വേ അവർക്കറിയാം. ഈ സാൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു റഫ് സർഫസ് ആണ് അല്ലേ. അപ്പോൾ ഈ റഫ് സർഫസിലൂടെ നമ്മൾ ജസ്റ്റ് ഫിംഗർ ടിപ്പ് എന്ന് പറയും, അതായത് ഹാൻഡ്സിനെ ജസ്റ്റ് നനവാക്കി കഴിഞ്ഞ ശേഷം ട്രേസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വേ ഓഫ് റൈറ്റിംഗ് നമ്മുടെ ബ്രെയിനിലേക്ക് ചെല്ലും. അതുപോലെ അവർ എഴുതാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് ഈ സാൻഡ് പേപ്പറിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ അരിത്തമെറ്റിക് ആക്ടിവിറ്റീസിൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെയാണ്, ഒരു ഗെയിമിലൂടെ ഒരു കളിയിലൂടെയാണ് അവർ ആക്ടിവിറ്റീസ് പഠിച്ചു പോകുന്നത്. സോ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. മാത്സ് എന്ന സബ്ജക്റ്റ് എവിടെയും അവർക്കൊരു ടഫായിട്ട് വരില്ല. അപ്പം നമ്മൾ പഠിച്ച സമയത്ത് എവിടെയൊക്കെയോ നമുക്കൊരു ബ്രേക്കേജ് വന്നിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ചോദിക്കാം. നമ്മൾ നമ്പേഴ്സ് എഴുതുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ. 8 എഴുതുന്ന കാര്യം നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആക്ച്വലി നമ്മൾ എങ്ങനെയൊക്കെ 8 എഴുതുന്നുണ്ടാവും? നമ്മൾ 8 എഴുതുന്ന കണ്ടിട്ടുണ്ടല്ലേ. ഞാൻ ജസ്റ്റ് കുറച്ച് ഫോമാറ്റുകൾ കാണിച്ചു തരാം 8 എഴുതുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ കുട്ടികളുടെ അടുത്ത് 8 എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 0 ഇട്ടിട്ടായിരിക്കും 8 എന്ന് പറഞ്ഞ നമ്പർ അവർ എഴുതിയിട്ടുണ്ടാവുക. ഇനി വേറൊരു രീതിയിൽ പഠിപ്പിക്കുമല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും 8 എഴുതിപ്പിച്ചാൽ മതി അല്ലേ. ഇപ്പുറത്തൊന്നും ഈ സൈഡിൽ നിന്ന് എഴുതിയാലും 8 ആകും അല്ലേ. നമ്മൾക്ക് എന്താണ് 8 എഴുതിയാൽ മതി, എങ്ങനെയെങ്കിലും എഴുതിയാൽ മതി. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള നമ്പർ 8 ആണ് അല്ലേ. ഇനി നമ്മളെപ്പോലെയുള്ള ഒരു 90 കിഡ്സ് എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും 8 എഴുതുക. ഇനി ചില കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാറുണ്ട് എസ് ഇട്ടിട്ട്, ഇങ്ങനെ ഇട്ടാലും 8 ആകുമെന്ന് നമ്മൾ പറയും. ആക്ച്വലി 8 എന്ന് പറഞ്ഞ നമ്പർ എഴുതുമ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൻറ്ററിൽ വന്ന് ഡൗണിൽ വന്ന് സെൻറ്ററിൽ എത്തുമ്പോഴാണ് 8 എന്ന് പറഞ്ഞ നമ്പർ ഫിനിഷ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ 8 എഴുതേണ്ടത്. ഇപ്പം നമുക്ക് മനസ്സിലായോ? നമ്മൾ പഠിച്ച സമയത്ത് എവിടെയൊക്കെയോ നമ്മളെ പറഞ്ഞു തന്ന ടീച്ചേഴ്സോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതോ തെറ്റായിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ മാത്സിൻ്റെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമുക്ക് ഭയങ്കര ടഫായിട്ട് വരുന്നത്. പിന്നെ പണ്ട് നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കും അല്ലേ, ഒരു സമയം നമ്മളെ സർക്കിൾ വെച്ചിട്ട് ദിസ് ഈസ് സർക്കിൾ എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞു തരും അല്ലേ. ഇനി അതിനുശേഷം ഇതേപോലെ പിന്നീടും ഒരു സർക്കിൾ വരച്ചിട്ട് നമ്മുടെ അടുത്ത് സ്ഫിയർ എന്ന് പറഞ്ഞു തന്ന ഒരു കാലഘട്ടം കൂടി നമുക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ ടീച്ചേഴ്സിനെ കുറ്റം പറയുന്നതോ ഒന്നുമല്ല. ആ ഒരു സമയത്ത് നമ്മളെ പഠിപ്പിക്കാൻ ഇത്രമാത്രം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 8 എന്ന് പറഞ്ഞത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും നമുക്ക് പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ രീതിയിൽ പോകാം. ഇനി
നെക്സ്റ്റ് ലാസ്റ്റ് സബ്ജക്റ്റ്. ഇപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞു EPL ആണ്, രണ്ടാമത് നമ്മൾ പറഞ്ഞു സെൻസോറിയൽ, തേർഡ് ലാംഗ്വേജ് പറഞ്ഞു, ഫോർത്ത് അരിത്തമെറ്റിക് പറഞ്ഞു. ഇനി അഞ്ചാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, കൾച്ചറൽ ഇവൻറ്റ്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയും അല്ലേ. കുട്ടികൾക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൾച്ചറൽ വരിക. അപ്പോൾ കൾച്ചറൽ രണ്ട് ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് എൻ്റർടൈനിങ് ആണ്. ഓക്കെ, എന്തൊക്കെയായിരിക്കും കുട്ടികൾക്ക് എൻ്റർടൈനിങ് ആയിട്ട് വരിക? എൻ്റർടൈനിങ് ആയിട്ട് എന്തൊക്കെ വരും? റൈംസുകൾ ഉണ്ടാകും, സ്റ്റോറീസ് ഉണ്ടാകും, ആർട്ട്, ക്രാഫ്റ്റ്, ക്ലേ മോഡലിംഗ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് എൻ്റർടൈനിങ് ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് വരുന്നത് നമുക്ക് ബോട്ടണി, സുവോളജി, ജോഗ്രഫി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് സുവോളജി, ജോഗ്രഫിയാണ്. അപ്പോൾ ബോട്ടണിയിൽ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ നമ്മൾ വലിയ സംഭവമായിട്ടൊന്നും ചിന്തിക്കാൻ നമ്മുടെ +2 ലൈഫിലേക്കൊന്നും നിങ്ങൾ കണക്ട് ചെയ്യേണ്ട. ബോട്ടണിയിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഫ്, പാർട്ട് ഓഫ് പ്ലാന്റ്, ഫ്രൂട്ടിൻ്റെ പാർട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ബോട്ടണിയിൽ നമ്മൾ പഠിപ്പിക്കുക. ഇനി വരുന്നത് സുവോളജിയിലാണ് നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അനിമൽസിൻ്റെ പേര്, ബേർഡ്സിൻ്റെ പേര്, ഇൻസെക്ട്സിൻ്റെ പേര്, പിന്നെ ഒരു അനിമലിൻ്റെ ബോഡി പാർട്ട്, ഒരു ബേർഡിൻ്റെ ബോഡി പാർട്ട്, അതേപോലെ നമ്മൾ ഒരു ഇൻസെക്റ്റിൻ്റെ ബോഡി പാർട്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കും. അതുപോലെ ഫിഷിൻ്റെ ഒരു ബോഡി പാർട്ടൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ലൈവായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റും കൂടും. അതേപോലെ പഠിക്കുന്നത് ഗ്രാസ്പ് ചെയ്യാനുള്ള ഹെൽപ്പും അവർക്ക് കുറച്ചധികം ആയിരിക്കും അല്ലേ. നമ്മളൊരു കാര്യം ഓറലി പറഞ്ഞു കൊടുക്കുന്നതിനപ്പുറം അത് ലൈവായിട്ട് ആ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ഫിഷിൻ്റെ പാർട്ട്, ഇപ്പോൾ സുവോളജിയിൽ നമ്മളൊരു ഫിഷിൻ്റെ പാർട്ടാണ് പഠിപ്പിക്കുന്നെങ്കിൽ നല്ലൊരു ഫിഷിനെ നമ്മളൊരു ട്രേയിലൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മളെല്ലാവരുടെയും കയ്യിൽ കുഞ്ഞു കുഞ്ഞു ടൂത്ത് പിക്കുകളൊക്കെ കൊടുക്കും. എന്നിട്ട് അതിന് ശേഷം ഓരോരോ പാർട്ടുകൾ ടൂത്ത് പിക്ക് വെച്ച് ടച്ച് ചെയ്ത് നമ്മൾ പറയിപ്പിക്കും. ദിസ് ഈസ് ആനൽഫിൻ, ദിസ് ഈസ് ഡോസൽഫിൻ, ദെൻ ഇതാണ് ടെയില്, ഇതാണ് പെക്ടറൽ ഫിൻ, ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ. ഇപ്പം നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ, നമുക്കും ചില പാർട്ടുകളൊന്നും അറിയില്ല അല്ലേ. അപ്പോൾ ഇനിയാണെങ്കിലും നമുക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള മക്കളെയും വെച്ചിട്ട് നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി സുവോളജിയിൽ വരികയാണെങ്കിൽ ഇതേപോലെ പാർട്ടുകൾ നമ്മൾ പഠിപ്പിക്കും. പ്ലാന്റിൻ്റെ പാർട്ടൊക്കെയാണ് നമ്മൾക്ക് ലൈവായിട്ട് കൊണ്ടുവന്ന് പഠിപ്പിക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ നമ്മൾ എന്താ പഠിപ്പിക്കുക? ഡേയും നൈറ്റും എന്താണെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കും. ഡേ ടൈമിൽ നമുക്ക് ലൈറ്റ് ഉണ്ടാകും, നമുക്ക് സൺലൈറ്റാണ് തരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും. ഇനി നമ്മൾ നൈറ്റ് ആണെങ്കിൽ മൂണ്, സ്റ്റാർസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇനി അതിന് ശേഷം നമ്മൾ എന്ന വ്യക്തി എവിടെയാണ് നമ്മൾ താമസിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് സ്റ്റേറ്റിലാണ്, ഏത് കൺട്രിയിലാണെന്ന് നമ്മൾ പറയും. ഇനി നമ്മൾ ഈ ഒരു ഭൂമിയിൽ നമ്മൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി സാൻഡ് പേപ്പർ ഗ്ലോബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ കരഭാഗങ്ങളെയെല്ലാം സാൻഡ് പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ സാൻഡ് വെച്ചിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കരഭാഗങ്ങളായിട്ട് 7 കോണ്ടിനെൻറ്റ്സ് ആണ് ഉണ്ടാവുക. ഈ 7 കോണ്ടിനെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ലാൻഡ് ഫോംസുകളായിട്ട് ഇങ്ങനെ സാൻഡ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. ഇനി വാട്ടർ ഏരിയാസിനെ എല്ലാം ബ്ലൂ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലൂ കളർ ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുകയോ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഒരു 7 ഇയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ 7 ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു കുട്ടീൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രീൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണ്ടിനെൻറ്റിൻ്റെ ക്യാപിറ്റലും കൺട്രീസും ഫ്ലാഗും ചോദിച്ചാൽ അവർ നല്ല കറക്റ്റായിട്ട് പറയും. അപ്പം ഇപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമുക്കറിയില്ല അല്ലേ, നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ ഇത്രമാത്രം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാണാറുണ്ട് പല TV ഷോസിലും ഇങ്ങനെ കാണിക്കാറില്ലേ, കുറേ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ കുറേ പെർഫോമൻസ് അല്ലെങ്കിൽ കുറേ പിക്ചർ കാർഡുകൾ ഒബ്സർവ് ചെയ്തിട്ടൊക്കെ. അതെങ്ങനെയാണ്? അവർക്ക് മാത്രം അങ്ങനെ സ്പെഷ്യൽ സ്കില്ലുള്ള കുട്ടികളായിട്ടാണ്? അല്ല, നമ്മുടെ കുട്ടികൾക്കും ഇങ്ങനെയുള്ള സ്കില്ലുകളുണ്ട്. നമ്മൾ അവർക്ക് വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങിയാൽ മാത്രമാണ് ഈ സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ കുഞ്ഞു മക്കളെ വരയ്ക്കാൻ പഠിപ്പിക്കുന്നതും ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ പഠിപ്പിക്കാൻ വിട്ടതിന് ശേഷമാണ് അല്ലേ. അപ്പം നമ്മളെക്കൊണ്ടും ഇതിനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളില്ലാതെ നമ്മുടെ ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന രീതികൾ. ഇതൊക്കെയാണ്. ഇതിലൂടെ നമ്മുടെ സാധാ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഏറെ കുട്ടികൾ നമ്മൾ ഈ ഒരു മോണ്ടിസോറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിവ് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ബോറടിക്കാതെ കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ
വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികൾക്ക് പ്ലേസ്മെൻ്റ് ആയിട്ടുണ്ട്. 150+ എബോ പ്ലേസ്മെൻറ്റ് നേടിയിട്ടുണ്ട്. ജോലി അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെയാണ് ഇവർക്കൊക്കെ പ്ലേസ്മെൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസ്മെൻറ്റ് ഓരോരുത്തർക്കും ആയി എന്ന് പറയുമ്പം എന്താ പറയുക, നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു കുളിർമയാണ്. എൻ്റെ അണ്ടറിൽ പഠിക്കുന്ന ഓരോ കുട്ടികൾക്ക് ജോബ് കിട്ടിയെന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ജോലി വേണം, ഇൻഡിപെൻഡൻ്റ് ആകണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോളൂ. ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. ഫുൾ സപ്പോർട്ടുമായിട്ട് നിങ്ങൾക്കും അടുത്ത 6th മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കും ഒരു ജോലി നേടും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം.